യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിത സിറ്റുവേഷൻ എന്താണ്? എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള ജീവിത സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എൻ്റെ വ്യൂസ് അനുഭവിക്കുന്നതായിട്ടുള്ള ജീവിത സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. ഇതാണ് നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻ എങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്. 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഏത് സിറ്റുവേഷൻ ആണോ, റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾ ഇതുപോലെ അനങ്ങാൻ വയ്യാതെ, ആരും സഹായിക്കാനില്ലാതെ യൂണിവേഴ്സിൽ മാത്രം ആശ്രയിച്ച് പ്രാർത്ഥനയോടുകൂടി കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ചീറ്റിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അത് ജോലി സ്ഥലത്താകാം, സാമ്പത്തികപരമായിട്ടായിരിക്കാം. നിങ്ങൾക്ക് ജപ്തിയും കാര്യങ്ങളും എല്ലാം വന്ന് സാമ്പത്തികമായിട്ടുള്ള പല പ്രശ്നങ്ങളും വന്ന് നിങ്ങളിങ്ങനെ കിടക്കുന്നതായിരിക്കാം. നിങ്ങൾ രോഗത്താൽ ഇങ്ങനെ കിടക്കുന്നതായിരിക്കാം. ഒന്നിനു മേലെ ഒന്നായി പല രോഗങ്ങളും നിങ്ങൾ അനങ്ങാത്ത അവസ്ഥയിൽ കൂടി നിങ്ങളെ കിടത്തിയിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണോ നിങ്ങളിത് കടന്നു പോകുന്നത്. ബ്ലാക്ക് എനർജി, ചില ഡെവിൾ എനർജികളുടെ തന്ത്രങ്ങളാലും മന്ത്രങ്ങളാലും നിങ്ങളെ ഇതുപോലെ കിടത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്. ഓക്കെ, പ്ലീസ് കേട്ട് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുമോ? ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ എൻ്റെ വ്യൂസ് വളരെ വേദനയിലൂടെ അനുഭവിക്കുന്നതായിട്ടുള്ള, അനങ്ങാൻ പോലും വയ്യാതെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും ഒരു മാറ്റം എൻ്റെ വ്യൂസിനെ തേടിയെത്തുമോ? ദ മജീഷ്യൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്, സണ്ണിൻ്റെ കാർഡ്. നേരത്തെ കാണിച്ച കാർഡിലും 10 നമ്പർ ആയിരുന്നു. 10 എന്ന് പറയുമ്പോൾ 1 + 0 1 സൂര്യൻ്റെ കാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ്. നിങ്ങളിൽ നിന്നും അന്ധകാര ശക്തികൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളെ ഭരിച്ചിരുന്നതായിട്ടുള്ള ചില ഡാർക്ക് എനർജികൾ നിങ്ങളെ വിട്ട് മാറിപ്പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ മജീഷ്യനായി കഴിഞ്ഞു. നിങ്ങളുടെ ഉള്ളിലേക്ക് സൂര്യൻ വന്നു തുടങ്ങിയിരിക്കുന്നു. സൂര്യൻ്റെ പ്രകാശ കിരണങ്ങൾ നിങ്ങളിൽ പതിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളിൽ നിന്നും അന്ധകാരം മാറിപ്പോകുന്നു എന്നുള്ളതാണ്. സൂര്യൻ വന്നപ്പോൾ അന്ധകാരം നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ ഒരു മാറ്റം ഉണ്ടാകുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാകുമോ? ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾ ആദ്യത്തെ ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് എടുത്തിരിക്കുന്ന സമയത്തും അതിൻ്റെ ഓവറോൾ എനർജിയും ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജി ആയിരുന്നു വന്നിരുന്നത്. അത് നിങ്ങളെ കാണിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് മാറ്റം, ഗ്രോത്ത് നിങ്ങളെ തേടി എത്തും. ഈ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്തു വരും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 1, 14, 5, 2, 10, 1, 9, 6. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് മജീഷ്യൻ വന്നിരിക്കുന്നത്. എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ വന്നു ചേരുന്ന ഭാഗ്യം എന്താണ്? വിശ്വസിക്കുന്നവരുടെ ലൈഫിലേക്ക് ഉടൻ തന്നെ വന്നു ചേരുന്ന ഭാഗ്യം എന്താണ് വിശ്വസിക്കുന്നവരുടെ ലൈഫിൽ? ഓക്കെ, ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഗോ വിത്ത് ഫ്ലോ പോകുവാൻ പോകുന്നു. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നങ്ങളാണെങ്കിലും അത് ഒഴുകി അങ്ങ് പോകും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കടബാധ്യത അത് ഒഴുകി നിങ്ങൾ പോലും അറിയാതെ ഒഴുകി അങ്ങ് പോകും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ അതെല്ലാം മാറിപ്പോകും. നിങ്ങൾക്ക് മജീഷ്യനാണ് എന്തും ഒഴുക്കി കളയാനുള്ള ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നിരിക്കുന്നു. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജോലി സംബന്ധമായി വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം ഒഴുക്കി കളയുവാൻ നിങ്ങൾക്ക് സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അതിജീവിക്കും. ഏത് ഒഴുക്കിനെയും നിങ്ങൾക്ക് അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ്. ഗ്രോത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങളെ ലക്ഷ്യമിടുന്നു എന്നുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. ഇതുവരെയും നിങ്ങളെ പുറത്താക്കിയവർ നിങ്ങളുടെ നന്മയെ തിരിച്ചറിയാൻ പോകുന്നു. നിങ്ങളെ ചില വ്യക്തികൾ നിങ്ങളുടെ
ചില സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, ചില വ്യക്തികളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്, ചില ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയിരിക്കുന്നതാണ്. അത് ചില ഡബിൾ എനർജികളുടെ, ചില തേർഡ് പാർട്ടികളുടെ, ചില നെഗറ്റീവ് വ്യക്തികളുടെ പ്രവർത്തനം മൂലമാണ് നിങ്ങൾ ചില വ്യക്തികളുടെ മനസ്സിൽ നിന്നും ചില സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ പുറത്തായത്. എന്നാൽ ഇപ്പോൾ അധികാരികൾ നിങ്ങളുടെ ഗ്രോത്തിനെ, നിങ്ങളിലെ ആ ഒരു ഗ്രോത്ത് എന്ത് എന്ന് മനസ്സിലാക്കി നിങ്ങളെ സെലക്ട് ചെയ്യുന്ന ഒരു സമയത്തിലേക്ക് വന്നു ചേരുന്നു. നിങ്ങളിൽ എന്തൊക്കെയോ പോസിറ്റീവ് ഉണ്ടായിരുന്നു, നിങ്ങൾ കാരണം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നു, നിങ്ങളെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സെലക്ട് ചെയ്യുന്നു, നിങ്ങളുടെ അധികാരികൾ നിങ്ങളിലേക്ക് നോക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒരു ബോധമാണ് വരുന്നത്, ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. ഇവിടെ തേർഡ് ഐ പോയിന്റിനെ കാണിക്കുന്നുണ്ട്. ഒരു കാര്യം വ്യക്തതയിലേക്ക് വരുന്നു. ഈ തേർഡ് പാർട്ടിയാണ് ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഈ തേർഡ് പാർട്ടിയാണ് ഇതിൽ കിടന്ന് പ്രവർത്തിച്ചതെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിന് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബോധോദയം വന്നിട്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. അടുത്തത് വന്നിരിക്കുന്നത് 2 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡബിൾ മൈൻഡ് ആയിരുന്നു, ചെയ്യേണ്ട കാര്യത്തിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പലപ്പോഴും നിങ്ങൾ ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. അപ്പം നിങ്ങൾക്ക് വ്യക്തതയില്ലാത്ത ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആക്ഷൻ എടുത്തിരുന്നു. ഓക്കെ, അത് തെറ്റായ രീതിയിലേക്ക് പോയിരുന്ന ഒരു എനർജി കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അലക്ഷ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു. ആ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് ഗ്രോത്ത് വരും, പക്ഷേ നിങ്ങളുടെ അലക്ഷ്യത കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ നഷ്ടത്തിന് കാരണം നിങ്ങളുടെ അലക്ഷ്യതയായിട്ട് കാണുന്നു. ചെയ്യേണ്ടതിന് ഓപ്പോസിറ്റായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു കാര്യത്തിനും വ്യക്തതയില്ലാണ്ട് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പം നിങ്ങൾക്ക് ചില സംശയമുണ്ടായിരിക്കാം. ചിലപ്പോൾ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് യാതൊരു വ്യക്തതയും ഇല്ല, തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയോ ഒന്നൊന്നും അറിയത്തില്ല. ആ ഒരു വ്യക്തത ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ചില ആക്ഷൻ എടുക്കുന്നു. ആ ആക്ഷൻ എടുക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വളരെ നഷ്ടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, അത് ജോലി സംബന്ധമായിരിക്കാം, എന്നെക്കുറിച്ച് ആരൊക്കെയോ നെഗറ്റീവായിട്ട് ബോസിനോട് പറയുന്നുണ്ട്, ഓക്കെ, ആ ഒരു വ്യക്തത ഇല്ല എങ്കിൽ പോലും നിങ്ങളുടെ നെഗറ്റീവ് തോട്ടുകൾ അത് അട്രാക്റ്റ് ചെയ്യുന്നു. അങ്ങനെ അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നെഗറ്റിവിറ്റിയെ നിങ്ങൾ സ്ഥിരമാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്തു വരിക. യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിൽ സർവ്വതും വന്നു ചേരും, എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും എന്നുള്ളതാണ്. പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 9 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ക്രിയേറ്റർ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചില ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ചില ഭാരങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നു. പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നു. അതുകൊണ്ട് പ്രസൻറ്റിൽ നിങ്ങൾക്ക് ഒന്നിലധികം ഭാരങ്ങൾ വരുന്നു. പാസ്റ്റിലെ ഭാരങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് പ്രസൻറ്റിലെ ഭാരങ്ങളും അതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നിലധികം ഭാരങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കമ്പിൻ്റെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, പാസ്റ്റായിട്ട് വിട്ടുകൊണ്ട് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്നു മുതൽ ഒരു മാറ്റം ഞാൻ കൊണ്ടുവരും, എന്നാൽ അസാധ്യമായതൊന്നുമില്ല എന്ന് ചിന്തിച്ച് നമുക്ക് ഹീല് സംഭവിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ ഹൃദയത്തിലെ ഈ ഒരു വേദനകളും വിഷമങ്ങളും എല്ലാം മാറുന്നതിന് നിങ്ങൾ ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ ഹീലിംഗ് ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ മൈൻഡ് മുഴുവനും ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ആയി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. ആ പാസ്റ്റിലേക്ക് നോക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഹൃദയചക്രയെ നിങ്ങൾ ഹീല് ചെയ്യണം. പഴയതൊക്കെ വിട്ടുകളഞ്ഞിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് ഗ്രോത്ത് നിങ്ങളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. ക്രിയേറ്ററാണ് നിങ്ങൾ. പുതിയത് സൃഷ്ടിക്കുക. പുതിയത് എന്താണ് സൃഷ്ടിക്കേണ്ടത്? നിങ്ങളുടെ ചിന്തയെ പുതിയതാക്കി സൃഷ്ടിക്കുക. പഴയതിനെ വിട്ടുകളഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ ചില കാര്യങ്ങളെ നിങ്ങൾ സൃഷ്ടിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ അഫർമേഷൻ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ മൈൻഡിൽ ഒരു കൂട്ടം നെഗറ്റീവാണ്, കടബാധ്യതകളാണ്, ഞാൻ എങ്ങനെ എന്നുള്ളൊരു ചിന്തയിൽ കൂടി കടന്നു പോകുന്നത് കാരണം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടത്തില്ല. ഇത്രയും അധികം കമ്പിൻ്റെ ഇടയിൽ കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രോത്ത് കാണാൻ കഴിയുന്നില്ല, കാരണം അത്രത്തോളം ഭാരമാണ്. അപ്പോൾ ഗ്രോത്ത് കാണണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഗ്രോത്ത് കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ സൃഷ്ടിക്കണം. എന്താണ്? സമാധാനം, സന്തോഷം. അത് പുറമേ നിന്നും ആരിൽ നിന്നും കിട്ടത്തില്ല, അത് സ്വയം സൃഷ്ടിക്കേണ്ടതായിട്ടുള്ള ചില കാര്യമാണ്. നിങ്ങളിൽ തന്നെയാണ് സമാധാനം, നിങ്ങളിൽ തന്നെയാണ് സന്തോഷം. പുറമേ നിന്നും ആരിൽ നിന്നും കിട്ടത്തില്ല.
ഈ കിട്ടുന്ന വാക്കുകൾ, മോട്ടിവേഷൻ പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ടാരോ റീഡർമാരിൽ നിന്ന് കിട്ടുന്ന വാക്കുകളെല്ലാം നിങ്ങളുടെ ഒരു ചെരുപ്പ് മാത്രമാണ്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സാഹചര്യം വളരെ വേദനാജനകമായിട്ടുള്ള പാതകളായതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും മറികടക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ചെരുപ്പ് മാത്രമാണ് ഈ മദർ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ. ഓക്കെ, ഇതുപോലെ പല ചാനലും നിങ്ങൾക്കൊരു ചെരുപ്പ് മാത്രമാണ്. നിങ്ങൾക്ക് ഈ ഒരു ദുർഘടമായിട്ടുള്ള ഒരു പാത കടന്ന് അപ്പുറത്ത് ചെല്ലുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ ചെരുപ്പ് ഒരു കൈ പിടിക്കേണ്ട ചില സ്ഥലങ്ങളുമുണ്ട്, ചെരുപ്പ് പുറത്തിടേണ്ടതായിട്ടുള്ള ചില സ്ഥലങ്ങളുമുണ്ട്. അവിടെ നിങ്ങളുടെ നഗ്നപാതയായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാലിന് നല്ല സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇടയ്ക്കെങ്കിലും നിങ്ങൾ സ്വയം ചിന്തിക്കുക. ചെരുപ്പുകളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളൊന്ന് ഭൂമിയിലേക്ക് നടന്ന് ശീലിക്കുക. ചില വേദനകൾ വരും, അത് അനുഭവിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ കാലിന് ആ ഒരു സ്ട്രെങ്ത് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഉറക്കമില്ല, ഓക്കെ, നിങ്ങളുടെ ഹെൽത്ത് വളരെ വീക്കായിരിക്കുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ചില കാര്യങ്ങൾ, ചില ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ജീവിതത്തിൽ ചില കാര്യങ്ങൾ, ചില വ്യക്തികളെ, നിങ്ങളെ ബന്ധിച്ചിരുന്ന ചില നിമിഷങ്ങളെ, നിങ്ങളെ ആക്രമിച്ച് ചില നിമിഷങ്ങളൊക്കെ നിങ്ങളെ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തുന്നു. അതൊരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില വ്യക്തികൾ നിങ്ങളെ കൊത്തിപ്പറിച്ചതായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ കൊത്തി മാറ്റി അവരെ കൊണ്ടുപോയതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന ചില കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ മെമ്മറിയിൽ നിന്നും രാത്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഇമോഷൻ്റെ രാജാവാണ് ചന്ദ്രൻ. ചന്ദ്രനിൽ നിന്നുമുള്ള ഊർജം അത് നിങ്ങളെ ഇമോഷണലായിട്ട് ഒരുപാട് തകർത്ത് വിഷമിപ്പിച്ച് കരയിപ്പിക്കുന്ന നിമിഷങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ അതിജീവിക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പലപ്പോഴും കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. ഇവിടെ വൃക്ഷങ്ങളെ കാണാം, ഓക്കെ, ഒരു മുളയെ കാണാം, ഒരു മരത്തെ കൂടി കാണാം. അപ്പോൾ ഇവിടെ എപ്പോഴും കമ്പാരിസൺ ചെയ്യുകയാണ്. ഓക്കെ, നീ പച്ചയാണ്, ഞാൻ കറുപ്പാണ്. ഓക്കെ, നിനക്ക് വണ്ണമുണ്ട്, എനിക്ക് വണ്ണമില്ല. അങ്ങനെ പല കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പഴിചാരുന്നത് കൊണ്ടാണ് നമുക്ക് ഉറക്കമില്ലാത്തത്. എന്നാൽ ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് ഇതിനും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു താരതമ്യം കൊണ്ട് നമുക്കൊരു വേദനയുടെ ആവശ്യകതയില്ല. എന്നെ കഴിയും സ്നേഹിക്കുന്നത് മറ്റൊരു വ്യക്തിയെയാണോ, നമ്മുടെ കൂടെയുള്ള വ്യക്തിയെയാണോ സ്നേഹിക്കുന്നത് എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് അവിടെ വേദനകൾ ഉണ്ടാകുന്നത്. എൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്ന സമയത്ത്, എന്നെ തന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് മറ്റൊരാളുടെ സ്നേഹത്തിൻ്റെയോ കെയറിങ്ങിൻ്റെയോ ആവശ്യമില്ല. നമ്മൾ നിറഞ്ഞ ഒരു കുടമായിരിക്കണം. നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിലേക്ക് മറ്റൊരാളുടെ സ്നേഹത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് മറ്റുള്ളവർക്ക് സ്നേഹം പകുത്തു കൊടുക്കുവാൻ സാധിക്കും. ഒരിക്കലും ഒഴിഞ്ഞ കുടമായി ഇരിക്കേണ്ട. നമുക്ക് മറ്റൊരാളുടെ കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മൾ മറ്റുള്ളവരെ കെയർ ചെയ്യുന്നവരാകണം. ഓക്കെ, നമുക്ക് മറ്റൊരാളുടെ സ്നേഹത്തിൻ്റെ ആവശ്യമില്ല. എന്നിൽ അധികമായി സ്നേഹമുണ്ട്, ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് അൺകണ്ടീഷണലായിട്ട് ചെയ്യുക. നമ്മൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത്. അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ നമ്മളുടെ ഡ്രീം, നമ്മളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ചില കാര്യങ്ങളെ ഓർത്തുകൊണ്ടായിരിക്കരുത് നമ്മുടെ ഡ്രീം. നമ്മുടെ കെടുത്തുന്നതായിരിക്കണം നമ്മുടെ ഡ്രീം. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അതിൽ നിന്നും ഞാൻ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും, അതിൽ നിന്നും ഞാൻ എങ്ങനെ മാറി ചിന്തിക്കാം എന്നുള്ളത്, ഞാൻ എവിടെയാണോ വീണത് ആ വീണതിൻ്റെ തെറ്റെന്താണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക, എൻ്റെ ഗോളുകളെ സെറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ഡ്രീം. നമ്മൾ പഴയ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഉറക്കത്തെ നശിപ്പിക്കാതെ ഇരിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് 4 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഒരു സെലിബ്രേഷൻ നിങ്ങളെ തേടി എത്തുന്നു. എന്തിൻ്റെ സെലിബ്രേഷനാണ്? സെലിബ്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചിന്തയിലാണോ നിങ്ങൾ തെറ്റായി എടുത്തിരുന്ന ചിന്ത, ആ ചിന്തയിൽ നിങ്ങൾക്ക് വിജയം വരുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് ഒരു കാഴ്ചയും കാണാതെ നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും എല്ലാം നിങ്ങൾ അത് മനസ്സിലാക്കി തിരുത്താൻ നിങ്ങൾ തുടങ്ങുമ്പോൾ ആ തിരുത്തലിൽ നിന്നും നിങ്ങൾക്ക് സെലിബ്രേഷൻ വന്നു ചേരുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ ഇങ്ങനെ നിന്നിരുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെടുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ,
ശക്തിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പക്ഷി എന്ന് പറയുന്നത് പരുന്താണ്. ആ പരുന്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ ഉയരത്തിൽ പറക്കുവാൻ അതിന് കഴിയും എന്നുള്ളതാണ്. വേദനിച്ചിട്ടാണെങ്കിലും അതിൻ്റെ ലക്ഷ്യങ്ങൾ അത് നേടിയെടുക്കും എന്നുള്ളതാണ്. മഴ വരുന്ന സമയത്ത് പരുന്ത് പലപ്പോഴും മറ്റുള്ള പക്ഷികളെ അപേക്ഷിച്ച് മറ്റുള്ള പക്ഷികളൊക്കെ അത് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. കൂടുകളിലാണെങ്കിലും അല്ലെങ്കിൽ അത് ഒതുങ്ങും, എവിടെയെങ്കിലും പോയി ഒതുങ്ങിയിരിക്കും. എന്നാൽ പരുന്താകട്ടെ പറന്ന് അത് മേഘത്തിനും അപ്പുറം പോകും. അതിൻ്റെ ദേഹത്ത് വെള്ളം വീഴാത്ത സ്ഥലങ്ങളിലേക്ക് അത് ഉയർന്നു കയറുന്ന ഒരു മേഘത്തിന് മുകളിൽ കൂടി സഞ്ചരിക്കുവാൻ കഴിവുള്ള ഒരു ശക്തി അതിനുണ്ട് എന്നുള്ളതാണ്. അപ്പം സ്വന്തം ശക്തിയെ തിരിച്ചറിയുക. നമ്മളിപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഏതാണോ ആ സിറ്റുവേഷന് മുകളിലൂടെ നിങ്ങൾ പറക്കണം. ഇവിടെയുള്ള മേഘങ്ങൾ കാണാം. ആ മേഘത്തിന് മുകളിലൂടെ പറക്കുന്ന ഒരു വ്യക്തിയായി മാറണം നിങ്ങൾ സാഹചര്യത്തിൽ ഒളിച്ചോടുന്ന ഒരു വ്യക്തിയായി മാറരുത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പരുന്തിനെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. ഈ ഒരു പരുന്ത് നൽകുന്ന മെസ്സേജ് അതാണ്. നിങ്ങൾ സാഹചര്യം ഏതാണോ ആ സാഹചര്യത്തിന് മുകളിലൂടെ പറക്കുന്ന വ്യക്തിയായി മാറണമെന്ന് യൂണിവേഴ്സ് പറയുന്നു. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗ്രോത്ത്, ഒരു സെലിബ്രേഷൻ വരികയുള്ളൂ. അത് ജോലി സംബന്ധമായിട്ടാണെങ്കിലും റിലേഷൻ പരമായിട്ടാണെങ്കിലും നിങ്ങളുടെ രോഗസംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വലുതാക്കി ചിന്തിക്കുക. ഓക്കെ, ഇവിടെ കാണാം ന്യൂ വിഷൻ ആണ്. നിങ്ങൾ പുതിയതായി ചിന്തിക്കുക, നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റാൻ ശ്രമിക്കുക. എന്നാൽ സാധിക്കില്ല, ഞാൻ തളർന്ന ഒരു വ്യക്തിയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കാതിരിക്കുക. ഇവിടെയും കാണാം, നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഒരു പരുന്തിൻ്റെ ചിറകിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ആ ഒരു പരുന്തിൻ്റെ ചിറകിനെ പോലെ ശക്തിയുള്ളവരായിരിക്കുക. നിങ്ങൾ ചില കാര്യങ്ങൾ വേദനിച്ചിട്ടാണെങ്കിലും നിങ്ങൾ വിട്ടുമാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഗ്രോത്ത് നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളെ താങ്ങി നടത്തും എന്നുള്ള ഒരു എനർജിയാണ് വരുന്നത്. സ്റ്റേബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ ഇമോഷൻ എല്ലാം അത് സ്റ്റേബിളായി മാറും എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായി മാറട്ടെ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് സിറ്റുവേഷനിലാണെങ്കിലും അതിൽ നിന്ന് ഒരു മാറ്റം വരും. നമുക്ക് പ്രപഞ്ച ശക്തിയിൽ നിന്നുള്ളൊരു മെസ്സേജ് കൂടി എടുക്കാം. ഞാൻ 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ് മെസ്സേജ് എടുക്കുന്നത്. ഒന്ന് രോഗത്തിന്, ഒന്ന് സാമ്പത്തികത്തിന്, ഒന്ന് റിലേഷൻഷിപ്പിന്. ഓക്കെ, സാമ്പത്തികവും ജോലിയും ഒന്നിൽ വരും. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ശാരീരിക പീഡകളിൽ നിന്നുമുള്ള ഒരു മുക്തിക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, അടുത്തത് സാമ്പത്തികത്തിനും ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് എൻ്റെ വ്യൂസ് ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അത് ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. ഓക്കെ, ഇതാ വന്നിരിക്കുന്നു പരുന്ത്. ഓക്കെ, അപ്പം ഓവറോൾ എനർജി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കണം. നിങ്ങൾ മാറി ചിന്തിക്കണം. മേഘങ്ങൾക്ക് ഉയരത്തിൽ നിങ്ങൾ പറക്കുവാൻ ശ്രമിക്കണം. മേഘങ്ങൾ ഇപ്പോൾ നിങ്ങൾ നേരിടുന്നതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. രോഗസംബന്ധമായിട്ടുള്ള നിങ്ങളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നതായിട്ടുള്ള ചില മഹാമാരികൾ നിങ്ങളെ പിന്തുടരുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തവണ്ണം നിങ്ങളെ നനയ്ക്കുന്നുണ്ടായിരിക്കും. വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ പല അസുഖങ്ങളും തന്നുകൊണ്ട് നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ ആ മേഘത്തിന് ഉയരത്തിൽ കൂടി നിങ്ങൾ പറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം നിശ്ചയമാണ്. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു സന്ദർഭങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെന്നുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ തൂവലുകൾക്ക് പകരം പുതിയ തൂവലുകൾ വരും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ്. ചില പ്രതികൂല സാഹചര്യങ്ങളെ നിങ്ങൾ ഭയപ്പെട്ടു പോകാതെ അതിനെ ഞാൻ അതിജീവിക്കും, ഞാൻ ഉയരത്തിൽ പറക്കുന്ന വ്യക്തിയാണ്, ഞാൻ ദീർഘദൃഷ്ടിയുള്ളതാണ്, എൻ്റെ ജീവിതത്തിൽ ആരൊക്കെയാണ് ഇടപെടുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അതിന് പ്രവർത്തിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ്. ഞാൻ കാക്കേനെ ഭയക്കേണ്ട വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കി ഞാൻ തൻ്റെ ബലത്തെ മനസ്സിലാക്കും, ഞാൻ എൻ്റെ ഇന്നർ സ്ട്രെങ്തിനെ മനസ്സിലാക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ഇതാണ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത്.
ഇപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും ഒരു കണക്ഷൻ വരികയാണ്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും രോഗത്തിലിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അവർക്ക് ഈ ഒരു പിക്ചർ മാത്രം കാണിച്ചാൽ മതി, നിങ്ങളെ യൂണിവേഴ്സ് തൊടാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്രപഞ്ചശക്തി നിങ്ങളുടെ രോഗത്തിന്മേൽ നിങ്ങളെ തൊടാൻ പോകുന്നു. നിങ്ങളെ എഴുന്നേൽക്കാൻ വയ്യാത്ത ഏത് അവസ്ഥയിലാണോ യൂണിവേഴ്സ് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വയ്ക്കുന്നു. ഏത് അസുഖത്തിന്മേലാണോ നിങ്ങൾ വിഷമിക്കുന്നത് അതിൽ നിന്നും നിങ്ങൾ പുറത്ത് വരുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സ് നിങ്ങളുടെ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് രോഗാവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്ത് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത് സാമ്പത്തികമായിട്ടും നിങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തു വരും. കാരണം ചില വ്യക്തികൾ നിങ്ങളെ അപമാനിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അത് ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിൽ അവർ നിങ്ങളെ കളിയാക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആക്കണ്ട. നിങ്ങളുടെ ഇമോഷനെ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയെ കണ്ട് മറ്റുള്ളവർ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നത്. എന്നാൽ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, നിങ്ങളിലേക്ക് സെലിബ്രേഷൻ കടന്നു വരും എന്നുള്ളതാണ്. ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകും എന്നുള്ളതാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. യൂണിവേഴ്സിൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങളിലേക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. സാമ്പത്തികം നിങ്ങളിലേക്ക് തന്നെ വരും. ഇതൊരു രാജകുമാരിയാണ്. അപ്പം രാജകുമാരിയിൽ ഒരിക്കലും പൈസയ്ക്ക് ഒരു കുറവുമില്ല. സ്ഥാനം നിങ്ങൾ അലങ്കരിക്കും. നിങ്ങളുടെ അധികാരം നിങ്ങൾ തിരികെ കൊണ്ടുവരും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലാണ്. എല്ലാം നഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. പൈസ നഷ്ടപ്പെട്ടു, കിടക്കാടം നഷ്ടപ്പെട്ടു, ജോലിസ്ഥലം നഷ്ടപ്പെട്ടു, രോഗിയായി നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിൽ മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുന്നു. ഓക്കെ, നിങ്ങളെ ചിരിക്കുന്നു. നിങ്ങളുടെ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങളെ കളിയാക്കി ചിരിക്കുന്ന ചില അവസ്ഥകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ വ്യക്തികളുടെ മുമ്പിൽ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ രാജകുമാരിയാക്കി മാറ്റും. രാജാവും രാജകുമാരിയാക്കും. ഓക്കെ, സ്ത്രീ പുരുഷ ഭേദമന്യേ നിങ്ങളെ ഉയർത്തും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളിലേക്ക് സാമ്പത്തികം കൊണ്ടുതരും. നിങ്ങളുടെ അധികാരം തിരിച്ചു വരും. നിങ്ങൾക്ക് കിരീടധാരണ ചെയ്യും. ഓക്കെ, നിങ്ങൾ വിജയിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് സെലിബ്രേഷൻ വരും. സ്റ്റേബിളായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഉള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തകർന്നു പോകരുത്. യൂണിവേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു ശക്തി നിങ്ങളെ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. താങ്ക് യു. അടുത്തത് റിലേഷനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, നിങ്ങൾ പാസ്റ്റിലെ കാര്യങ്ങളെ പിടിച്ചു വെച്ച് നിങ്ങൾ നിൽക്കരുത്. നിങ്ങളുടെ ഗ്രോത്തിന് അത് തടസ്സമുണ്ടാക്കും. ഓവർ തിങ്കിങ് ആയി നിൽക്കരുത്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കുറച്ച് സമയം കൊടുക്കുക. യൂണിവേഴ്സിന് സമയം കൊടുക്കുക. യൂണിവേഴ്സിലേക്ക് സറണ്ടർ ആകുക. നിങ്ങളിൽ ഒരു ഫ്രീഡം നിങ്ങളിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ മനസ്സിനെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ടൈമിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങൾക്കെല്ലാം നൽകും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഇലൂഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നും നിങ്ങളിലേക്ക് വരില്ല. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് സമയത്ത് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. മൂണിൻ്റെ എനർജിയാണ്. നിങ്ങളിപ്പോൾ വളരെ ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്നു. ഇതൊരു ഗ്രഹണം സംഭവിച്ചിരിക്കുന്നതാണ്. ഈ ഒരു ഗ്രഹണത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ വരും. ഇപ്പോൾ ഗ്രഹണം സംഭവിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ ഓവറായി തിങ്ക് ചെയ്തുകൊണ്ടിരുന്നാൽ, പാസ്റ്റിലെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, മറ്റ് ചില വ്യക്തികൾ നിങ്ങളുടെ ഇമോഷനെ വിലയെടുക്കും എന്നുള്ളതാണ്. അവരുടെ നുഴഞ്ഞു കയറും. ഓക്കെ, നിങ്ങളുടെ ഇമോഷനെ അവർ വില എടുക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ വീണു പോകാതിരിക്കുന്നതിന് നിങ്ങൾ പഴയ കാര്യങ്ങളിൽ നിന്നും വിട്ടുപോകുക. നിങ്ങളെ തന്നെ ഫ്രീ ആക്കുക, സറണ്ടർ ആകുക എന്നുള്ളതാണ്. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ ഓറയുടെ ശക്തി നിങ്ങൾ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ സമ്പാദ്യം, വിജയം, നിങ്ങളുടെ ഇമോഷൻ എല്ലാം നിങ്ങളിൽ തന്നെ വന്നു ചേരുമെന്നുള്ളതാണ്. ഇവിടെ 7 ചക്ര മെഡിറ്റേഷനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രണയം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. ലവേഴ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഒന്നുകൊണ്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ സമയത്തെ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ പോകുക. നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ആകുക എന്നുള്ള ഒരു മെസ്സേജാണ് യൂണിവേഴ്സ് നൽകുന്നത്. ചില കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ പഴയ വാശിയോ ദേഷ്യമോ ഒന്നും മനസ്സിൽ വെക്കാതെ
ഇനി നമുക്ക് കുറച്ച് സമയങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. ഒരു ഐസ് കട്ടയാണ് നമ്മളുടെ ജീവിതം. നമ്മൾ ഐസ് കട്ടയാണ്, അത് ഉരുകി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അത് തീരുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഈ ലോകത്തേക്ക് ഈ സ്വർഗം എന്ന് പറയുന്ന ഈ ഭൂമി തന്നെയാണ്. ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളും നല്ല കാര്യങ്ങളും ആഹാരങ്ങളും ഒക്കെ നമ്മൾ ആസ്വദിച്ച് വേണം ഈ ഭൂമിയിൽ നിന്ന് പോകാൻ. ഏതെങ്കിലും ചില വ്യക്തികളുടെ പിറകെയോ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ്റെ പിറകെയോ നിന്ന് ഈ ഒരു ജന്മത്തെ നശിപ്പിച്ച് കളയാതെ, പലരുടെയും ജീവിതം ഇപ്പോൾ ഐസ് കട്ടയുടെ പകുതി ഭാഗത്തോളം അലിഞ്ഞു തീർന്നിട്ടുണ്ട്. ഇനിയും നിങ്ങളത് അലിയിച്ച് കളയാതെ ബാക്കിയുള്ള ജീവിതം നമുക്ക് സന്തോഷിക്കാം. ഓക്കെ, താങ്ക് യു. ഇതാണ് യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. എന്നത്തെ ദിവസത്തെ പോലെ അധികമായി അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.